സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് കുചേല ദിനമാണ്. കുചേലൻ ഭഗവാനെ കാണാൻ പോയ ദിവസം. കുചേലൻ്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ. സന്ദീപനി മഹർഷിയുടെ കീഴിൽ കുചേലനും കൃഷ്ണനും വിദ്യാഭ്യസിച്ച് അതിനുശേഷം ഭഗവാന്റെ കർമ്മപഥത്തിലേക്കും പോയി. കുചേലൻ ഭിക്ഷയാചിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. കൊടിയ ദാരിദ്ര്യമായിരുന്നു. ഒരു ദിവസം ഭാര്യ പറയാണ്, തൻ്റെ സതീർത്ഥനെ പോയി ഒന്ന് കാണും, അപ്പോൾ തൻ്റെ ദാരിദ്ര്യത്തിന് ഒരു വഴി ഉണ്ടാവുമല്ലോ. അവസാനം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി യാചിച്ചു കിട്ടിയ ഒരു പിടി അവലുമായി ഭഗവാനെ കാണാൻ പോവുകയും ഭഗവാൻ തൻ്റെ സതീർത്ഥനെ ആതിഥ്യ മര്യാദകളോട് സ്വീകരിക്കുകയും അങ്ങനെ ഭഗവാൻ ആ അവലിൽ നിന്ന് ഒരു പിടി സ്വീകരിക്കും. തിരിച്ച് കുചേലൻ വിഷമത്തോടെ ഒന്നും ഭഗവാനോട് പറഞ്ഞില്ല. തിരിച്ച് കൊടിലിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അവിടെ ദ്വാരക പോലത്തെ ഒരു കൊട്ടാരമായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുചേലൻ്റെ ആ കൊടിയ ദാരിദ്ര്യം തീർത്തു കൊടുത്ത ദിവസമാണ് ഇന്ന് കുചേല ദിനം. അങ്ങനെ കുചേലന് ഒന്നും പറയാതെ തന്നെ ഭഗവാൻ, എല്ലാം അറിയാവുന്ന ഭഗവാനല്ലേ, ഒന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുചേലൻ്റെ ആ കൊടിയ ദാരിദ്ര്യം മാറ്റി അവിടെ വലിയ കൊട്ടാരവും ധനധാന്യ സമൃദ്ധിയും ഭഗവാൻ കുചേലനായിട്ട് കരുതി വെച്ചിരുന്നു, ഒന്നും പറയാതെ തന്നെ. അപ്പോൾ ഭഗവാനോടൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാം അറിയാവുന്ന ആളല്ലേ. ഭഗവാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന മെസ്സേജ് ജോയ്ഫുൾ ഓഫറിംഗ് ആണ്. അതായത് നിങ്ങൾ ഭഗവാനായിട്ട് ഒരു സന്തോഷത്തോടു കൂടി ഒരു ഓഫറിങ് ഉണ്ടാക്കൂ. എന്താണ് ആ ഓഫറിങ്? ഭഗവാന് വേണ്ടത് നിങ്ങളുടെ സിൻസിയറായിട്ടുള്ള ഡിവോഷൻ, അതുപോലെയുള്ള ഭഗവാനോടുള്ള സ്നേഹം, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യൂ എന്നുള്ളതാണ്. അത് ഭഗവാനായിട്ട് ആ ഒരു ഡിവോഷനും നിങ്ങളുടെ ആ സ്നേഹവും ഭഗവാന് മുമ്പിൽ എക്സ്പീരിയൻസ് ചെയ്ത് കാണിക്കൂ എന്നുള്ളതാണ് ഭഗവാന്റെ ഇവിടുത്തെ മെസ്സേജ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും കുചേല ദിനത്തിൻ്റെ ആശംസകൾ. അദ്ദേഹത്തിൻ്റെ കുചേലൻ്റെ കൊടിയ ദാരിദ്ര്യം തീർത്ത് സർവ്വ ഐശ്വര്യങ്ങളും കൊടുത്ത മാതിരി ഇന്ന് എല്ലാവർക്കും ഭഗവാൻ സകല ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.